വള്ളുവനാട് ഹിന്ദു മതപരിഷത്തിന്റെ 11ാമത് വാർഷിക സമ്മേളനം ഡിസംബർ 27 മുതൽ 29 വരെയുടെ ദിവസങ്ങൾ നടക്കുമെന്ന് ഭാരവാഹികൾ ചൊവ്വാഴ്ച കൂറ്റനാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് 500ഓളം വരുന്ന അമ്മമാരുടെ ലളിത സഹസ്രനാമാർച്ചനയോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് 11-ന് തൃത്താല യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആചാര്യ M.R. രാജേഷ് നിർവഹിക്കും. തുടർന്ന് കലാപരിപാടികളും വൈകിട്ട് 4-ന് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ഡോക്ടർ ക്രിസ് വേണുഗോപാലിന്റെ പ്രഭാഷണവും നടക്കും. 22-ന് ശനിയാഴ്ച സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ പ്രഭാഷണം, തുടർന്ന് കലാപരിപാടികളും വൈകിട്ട് സ്വാമി കൈവല്യാനന്ദ സരസ്വതി പ്രഭാഷണവും ഉണ്ടാകും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 11-ന് ഡോക്ടർ M.M. ബഷീർ പ്രഭാഷണം നടത്തും. ഉച്ചതിരിഞ്ഞ് നൃത്തനൃത്യങ്ങളും, തുടർന്ന് വൈകിട്ട് റെയിൽ വികാസ് നിഗം ലിമിറ്റഡിന്റെ ഡയറക്ടർ ഡോക്ടർ നടേശന്റെ പ്രഭാഷണം, തുടർന്ന് നല്ലേപ്പള്ളി നാരായണാലയത്തിലെ സ്വാമി സന്മയാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണവും നടത്തും. വൈകിട്ട് 6:30 ഭക്തിഗാനസുധ, തുടർന്ന് ധ്വജാവരോഹണത്തോടെ സമ്മേളനത്തിന് സമാപനമാകും. പത്രസമ്മേളനത്തിൽ വള്ളുവനാട് ഹിന്ദു മതപരിഷത്ത് പ്രസിഡന്റ് ടി.K. വിനയഗോപാൽ, സെക്രട്ടറി സുരേഷ് കൊടുമണ്ട, വൈസ് പ്രസിഡന്റുമാരായ സുമംഗല, രവീന്ദ്രൻ വെളിച്ചപ്പാട് എന്നിവർ പങ്കെടുത്തു. ഈ സമ്മേളനം നടന്നു വരുന്നത് ഈ വർഷം സമ്മേളനം ഇവരുടെ ഡിസംബർ 27, 28, 29 തീയതികളിൽ നടത്തുന്നത്. 27-ാം തീയതി രാവിലെ അഗ്നിഹോത്രം. നമുക്കറിയാം, വൈദിക സംസ്കാരം അത് ഭാരതത്തിന്റെ വേറെ മഹത്വമാണ്. വൈദിക സംസ്കാരം എന്നുള്ളത് നമ്മൾ വൈദിക സംസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാവിലെ 6:30 മണിക്ക് അഗ്നിഹോത്രത്തോടു കൂടിയിട്ടാണ് ഈ വർഷത്തെ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ധ്വജാരോഹണം ഉണ്ടായിരിക്കും. പിന്നെ 8:30 മണി മുതൽ ഏകദേശം 500ഓളം അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലളിതാ സഹസ്രനാമ പാരായണം സംഘടിപ്പിച്ചു. പാരായണമല്ല, അർച്ചന സംഘടിപ്പിച്ചു. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മൾ ശാരീരിക ശുദ്ധിക്ക് വേണ്ടി 2 നേരം കുളിക്കാറുണ്ട്, ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ മനഃശുദ്ധിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനുള്ള ഏറ്റവും നല്ല ഉപായങ്ങളാണ് ജപം, ധ്യാനം, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കഴിയുന്നത്ര അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമ അർച്ചന നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മണിക്ക് ഈ വെള്ളിയാങ്കല്ല് ആ പാറയിലേക്ക് യജ്ഞേശ്വര ശിവക്ഷേത്രത്തിൽ നിന്ന് ഒരു ദീപം കൊളുത്തി ഒരു ഘോഷയാത്രയായി പോയി വെള്ളിയാങ്കല്ല് പാർക്കിലുള്ള പാർക്കിൽ കൂടെ ഇറങ്ങി വെള്ളിയാങ്കല്ല് ആ സ്ഥലത്ത് ദീപം തെളിയിച്ച് തിരിച്ചു വരും. അത് പരിപാടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം 11 മണിക്കാണ് ഉദ്ഘാടന സഭ ആരംഭിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ആചാര്യ ശ്രീ M.R. രാജേഷ്. നമുക്കറിയാം, ഇന്ന് ആര്യസമാജത്തിൽ കൂടെ ഉയർന്നു വന്ന് വൈദിക സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ആചാര്യ M.R. രാജേഷ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ആ സമ്മേളനത്തിൽ വെച്ച് കുറച്ച് അമ്മമാരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. നമ്മുടെ ആധ്യാത്മിക രംഗത്ത് കുറേ കാലമായിട്ട് നാരായണീയം പാരായണത്തിൽ കൂടെയും അതുപോലെ ദേവീ ഭാഗവതം, ദേവീ മഹാത്മ്യം, അങ്ങനെ പല പല ക്ഷേത്രങ്ങളും ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറേ കാലമായി പ്രവർത്തിക്കുന്ന ചില അമ്മമാരുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിലുണ്ട്. അത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം കുറച്ച് കലാപരിപാടികൾ, തിരുവാതിരക്കളി, 5-6 ടീമുകളിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം വീണ്ടും ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കും. അതിൽ മുഖ്യ പ്രഭാഷകനായിട്ട് തുടങ്ങുന്നത് ശ്രീ ക്രിസ് വേണുഗോപാലിൻ്റെയാണ്. നമുക്കറിയാം, അദ്ദേഹം ഒരു നല്ല സിനിമാ നടനാണ്, നല്ലൊരു മനഃശാസ്ത്രജ്ഞനാണ്, നല്ലൊരു കൗൺസിലറാണ്. അങ്ങനെ പല രീതിയിലും ഒരു വ്യക്തിപ്രഭാവമുള്ള വ്യക്തിയാണ് ശ്രീ ക്രിസ് വേണുഗോപാൽ. അദ്ദേഹമാണ് പ്രധാനമായിട്ടുള്ള സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു 6 മണിക്ക് ശേഷം കലാപരിപാടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും 2 പ്രഭാഷണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് രാവിലെ ഉണ്ടായിരിക്കും, ഒന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കും. അതിനിടയിലുള്ള സമയത്ത് കലാപരിപാടികളും ഒക്കെ ആയിട്ട് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 28-ാം തീയതി, അതായത് ശനിയാഴ്ച, അന്ന് രാവിലെ ശങ്കരനാരായണ ഹോമത്തോടു കൂടിയിട്ടാണ് നമ്മൾ പരിപാടികൾ ആരംഭിക്കുന്നത്. കുറ്റിപ്പാല മാതാവനന്ദി ആശ്രമത്തിലെ സ്വാമിനി അതുല്യാമൃത പ്രാണം അവരുടെ നേതൃത്വത്തിലാണ് ശങ്കരനാരായണ ഹോമം നടത്തുന്നത്. കാരണം ശങ്കരനാരായണ ഹോമം നടത്താൻ കാരണം യജ്ഞേശ്വര ശിവക്ഷേത്രത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ശിവനുമുണ്ട്, വിഷ്ണുവുണ്ട്. മേഴത്തോൾ അഗ്നിഹോത്രി യാഗം ചെയ്തിരുന്ന ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ആ ദേവതാ സങ്കല്പം എന്നാണ് പറയുന്നത്. ആരും പ്രതിഷ്ഠിച്ചതല്ല അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ശിവനുമുണ്ട്, വിഷ്ണുവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശങ്കരനാരായണ ഹോമം നടത്താൻ തീരുമാനിച്ചത്. അതിനുശേഷം ആദ്യത്തെ മാതൃസമ്മേളനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ആ മാതൃസമ്മേളനത്തിൽ സ്വാമിനി അതുല്യാമൃത പ്രാണം പ്രഭാഷണം നടത്തും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭഗവത്ഗീത പാരായണം. അപ്പോൾ ചിന്മയ കല്ലടത്തൂർ, ചിന്മയ വിദ്യാലയ കല്ലടത്തൂർ, ശ്രീമഹർഷി വിദ്യാലയം ഞങ്ങാട്ടിരി, വിഷ്ണു ബാലസമിതി
വലിയ കുന്ന്, അങ്ങനെ 3 കുട്ടികളുടെ ഗ്രൂപ്പാണ് ഭഗവത്ഗീത പാരായണം നടത്തുന്നത്. അതാണ് ഉച്ചത്തെ പരിപാടി. പിന്നെ വൈകിട്ട് വീണ്ടും 4 മണിക്ക് സാംസ്കാരിക സമ്മേളനമാണ്. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ധർമ്മഗിരി ആശ്രമത്തിലെ സ്വാമി കൈവല്യാനന്ദ സരസ്വതി, അദ്ദേഹമാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ദീപാരാധന കഴിഞ്ഞാൽ 6 മണി മുതൽ വീണ്ടും കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരിക്കും. 28-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. അന്ന് രാവിലെ ആചാര്യ പ്രസാദ് പുളിക്കലിന്റെ നേതൃത്വത്തിൽ ഒരു ഹരിനാമകീർത്തനം, വിഷ്ണു സഹസ്രനാമം ജപം, ഹരിനാമ. സമൂഹത്തിലെ പ്രഗത്ഭരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയും അവരുടെ ആശയങ്ങളും വീക്ഷണങ്ങളും ഒക്കെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അതിനായിട്ട് അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാരഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരോടൊപ്പം മറ്റ് ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ടാണ് 10 വർഷത്തിലധികമായിട്ട് ഈ വർഷം 11ാമത്തെ വർഷമാണ്. ഡിസംബർ 27, 28, 29 തീയതികളിലായിട്ട് ഇവിടെ 11ാമത്തെ വാർഷിക സമ്മേളനം യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്ത് നടക്കുന്നത്. അപ്പോൾ ഇതിൽ മാതൃസമിതി പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. അതായത് അമ്മമാർക്ക് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് സമൂഹത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള